പി സരിൻ CPM-ലേക്ക് ചാടിപ്പോയതിന്റെ അരലുകൾ കോൺഗ്രസിൽ വിട്ടൊഴിയുന്നില്ല. കാരണം സരിൻ അങ്ങനെ അങ്ങ് പോകാൻ പാടില്ലായിരുന്നു എന്നാണ് ഇപ്പോൾ കോൺഗ്രസിലെ മീഡിയ സെല്ലിനുള്ളിലും KPCC നേതൃത്വത്തിലും ഉള്ള സംസാരം. കാരണം സരിൻ ഇവിടെ ഉള്ളതിനേക്കാൾ അന്തസ്സായിട്ടാണ് ഇപ്പോൾ CPM-ൽ നിൽക്കുന്നത്. KPCC മീഡിയ സെല്ലിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും AICC വക്താവ് ഷമ മുഹമ്മദ് പുറത്തായത് സരിനെ പോലെ ഇനി മറ്റൊരു സീറ്റ് മോഹി പോലും ഈ ഗ്രൂപ്പിൽ വേണ്ട എന്ന ഒരു വിഭാഗത്തിന്റെ തീരുമാനപ്രകാരമാണ്. ഇനി ഈ ഗ്രൂപ്പിൽ നിന്നും ഒരു നേതാവ് സീറ്റ് ചോദിച്ചാൽ കൊടുത്തേ പറ്റൂ, അല്ലെങ്കിൽ സരിന്റെ അവസ്ഥയാകും എന്ന് ഇവർക്കറിയാം. ഇനി AICC പ്രതിനിധിയെ തൊടാൻ ധൈര്യമുള്ളവർ കോൺഗ്രസിൽ ആരുണ്ടടാ എന്ന് ചോദിച്ചാൽ അത് കേരളത്തിലെ ഒരു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി വിചാരിച്ചാലും സാധിക്കുമെന്നാണ് ഉത്തരവ്. ഇപ്പോൾ ജനാധിപത്യ മര്യാദയുള്ള മറ്റൊരു പാർട്ടിയിലും സംഘടനയിലും അത് നടക്കില്ല. സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്ന IAS കാരനായ വകുപ്പ് സെക്രട്ടറിയെ സെക്ഷൻ ക്ലർക്ക് തന്റെ സെക്ഷൻ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് ഉത്തരവിറക്കിയാൽ എങ്ങനെയിരിക്കും? അതിനേക്കാൾ കഷ്ടമാണ് ഇപ്പോൾ സംസ്ഥാനത്തെ കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. KPCCയുടെ മീഡിയ സെൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നും AICC വക്താവ് ഷമ മുഹമ്മദ് പുറത്തേക്ക് പോയി. എക്സിറ്റ് അടിച്ചതല്ല, ജസ്റ്റ് ഒന്ന് നീക്കം ചെയ്തതാണ്. ചാനൽ ചർച്ചകളിൽ കോൺഗ്രസ് പ്രതിനിധികളെ സപ്ലൈ ചെയ്യാൻ കരാർ ഏറ്റെടുത്തിരിക്കുന്ന സംസ്ഥാന കോൺഗ്രസ് വക്താവ് ജനറൽ സെക്രട്ടറിയുമായ ദീപ്തി മേരി വർഗീസ് പെൺപോരൽപ്പം കൂടുതലാണ്. പുറത്താക്കിയത് സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശമനുസരിച്ചെന്നാണ് അഴകുഴമ്പൻ മറുപടിയാണ് ഇപ്പോൾ ദീപ്തി ചാനൽ ചർച്ചകൾക്ക് ആളുകളുടെ തിരക്കിൽ പറയുന്നത്. ശരിയാണോ? അല്ല. ഗ്രൂപ്പിന്റെ അഡ്മിന്മാരിൽ ഒരാളായ ദീപ്തി മേരി വർഗീസ് ആണ് അപ്രതീക്ഷിതമായി ഷമയെ ആ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്തത്. പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇതെന്ന് ദീപ്തി പറയുന്നുണ്ട്. എന്നാൽ ആരാണ് നിർദ്ദേശിച്ചത് എന്ന കാര്യത്തിൽ മാത്രം ദീപ്തിക്ക് ഉത്തരമില്ല. KPCC മാധ്യമ വിഭാഗത്തിന്റെ ചുമതലയും ഇതേ ദീപ്തിക്കാണ്. പ്രധാന നേതാക്കളും കോൺഗ്രസുമായി ബന്ധമുള്ളവരെ ഉൾപ്പെടുത്തിയാണ് ഈ ഗ്രൂപ്പ് രൂപീകരിച്ചത്. ചാനൽ ചർച്ചകളിലെ നിലപാട്, സർക്കാരിനെതിരായി കോൺഗ്രസുകാർ ഉന്നയിക്കേണ്ട വിമർശനങ്ങൾ, ആരൊക്കെ ഏത് ചാനൽ ചർച്ചയ്ക്ക് പങ്കെടുക്കണം, ഇതൊക്കെയാണ് ഈ ഗ്രൂപ്പിൽ തീരുമാനിച്ചിരുന്നത്. അവിടെ നിന്നുമാണ് ഒരു കാരണം കൂടാതെ ഷമ മുഹമ്മദിനെ പുറത്താക്കിയത്. AICC വക്താവാണെന്ന് ഓർക്കണം. അതുകൊണ്ട് തന്നെ ഷമ മലയാളം ചാനലുകളിൽ പതിവ് ചർച്ചകളിൽ സജീവമായി പങ്കെടുക്കുന്ന വ്യക്തിയാണ്. എന്നാൽ AICC നേതാവ് പ്രാദേശിക ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കേണ്ട എന്ന തീരുമാനം കൊണ്ടാണ് ഷമയെ നീക്കിയതെന്നാണ് ദീപ്തി മേരി വർഗീസ് വിശദീകരിച്ചത്. എന്ത് ന്യായമെന്ന് മനസ്സിലാവുന്നില്ല. AICCയുടെ ഭാഗമായിരിക്കുന്ന ഒരു മലയാളിക്ക് കേരളത്തിലെ ചാനലിൽ പങ്കെടുക്കാനാകില്ലെങ്കിൽ ദീപ്തി മേരി വർഗീസ് കാണുന്നത് ഇവിടുത്തെ ചാനലുകളെല്ലാം ഒരു പ്രാദേശിക ചാനലുകൾ എന്നാണോ? പിന്നൊരു കാരണമുണ്ട്. മാധ്യമപ്രവർത്തകർ സംസ്ഥാനത്ത് ഏത് നേതാവിനെ പറ്റി വക്താവായ ദീപ്തിയോട് അന്വേഷിച്ചാലും ഇങ്ങോട്ടുള്ളൊരു ചോദ്യം ഏത് ചാനൽ ചർച്ചയിലേക്കാണെന്നാണ്. അല്ലാതെ ഒന്ന് സംസാരിക്കാനാണെന്ന് തിരിച്ചു പറഞ്ഞാൽ നിങ്ങൾ നേരിട്ട് വിളിച്ചാൽ മതി, താൻ തിരക്കിലാണെന്നാണ് ദീപ്തിയുടെ അടുത്ത മറുപടി. അങ്ങനെയാണ് ദീപ്തി ചാനലുകളിലേക്ക് ചർച്ചാ വീരന്മാരെ കോൺഗ്രസുകാരെ ദിവസവും വൈകുന്നേരങ്ങളിൽ സപ്ലൈ ചെയ്യുന്നത്. അതിലും മേലെ കൂടി ഷമ മുഹമ്മദ് ചാനലിൽ എത്തുന്നത് ദീപ്തി എന്ന ചർച്ചാ കോൺട്രാക്ടർ എങ്ങനെ സഹിക്കും? മറ്റൊരു ജോലിയും പാർട്ടിയിൽ ദീപ്തിക്കില്ല, അറിയത്തുമില്ല. അപ്പോൾ പിന്നെ ക്ഷമയെ സംസ്ഥാനത്തെ കോൺഗ്രസ് ഗ്രൂപ്പുകളിൽ നിന്നും ഒഴിവാക്കണം, അല്ലെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിനയാകുമെന്ന് ദീപ്തിക്കറിയാം. AICC നേതാവായ തന്നെ അവഹേളിക്കുന്നതിന് തുല്യമാണ് ഇപ്പോഴത്തെ നടപടി എന്ന് ഷമ പറയുന്നു. അല്ലാതെ പിന്നെ മറ്റൊരു കാര്യവുമില്ല. അതേ കോൺഗ്രസ് നടക്കുകയുള്ളൂ. ഷമ തന്റെ പരാതി കോൺഗ്രസ് ഹൈക്കമാൻഡ് മുമ്പാകെ അറിയിച്ചിട്ടുണ്ട്. അല്ലാതെ സുധാകരന് കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഷമയുടെ മറുപടി അവിടെ കാണണമെങ്കിൽ KC വേണുഗോപാൽ വിചാരിക്കണം. പിന്നെ ഇതാദ്യമായല്ല ഷമയെ മീഡിയ സെൽ ഗ്രൂപ്പിൽ നിന്നും ഇവർ പുറത്താക്കുന്നത്. 6 മാസം മുമ്പും ഇതേപോലെ ഷമയെ പുറത്താക്കിയിരുന്നു. അത് ലോക്സഭാ സീറ്റിനെ ചൊല്ലി ദീപ്തിയും ഷമയും ഒന്ന് കൊമ്പ് കോർത്തപ്പോഴാണ്. കാരണം അന്നും AICC വക്താവ് ഷമ മുഹമ്മദും ദീപ്തി മേരി വർഗീസും തമ്മിൽ തന്നെയായിരുന്നു അഭിപ്രായ വ്യത്യാസം. അന്നാണ് ഷമയെ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്തത്. പിന്നീട് സുധാകരൻ അടക്കം ഇടപെട്ടാണ് ഷമയെ ഗ്രൂപ്പിൽ തിരിച്ചെടുത്തത്. ചാനൽ ചർച്ചകളിൽ പങ്കെടുപ്പിക്കാത്തതിൽ ഷമ കടുത്ത എതിർപ്പ് ഉന്നയിച്ചിരുന്നു. കേരളത്തിൽ നിന്നും അകറ്റി നിർത്താനുള്ള ശ്രമം എന്ന വിമർശനമായാണ് ഷമ അന്നും ഉയർത്തിയത്. ഇപ്പോഴും അത് തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള താല്പര്യം അന്ന് ഷമ ഉന്നയിച്ചിരുന്നു. സ്വാഭാവികം. വനിതയാണ്, കോൺഗ്രസിലെ വിരലെണ്ണാവുന്ന വനിതാ നേതാക്കളിൽ ഒരാളാണ്. അത് സമ്മതിച്ചില്ല. ഇതോടെ അടുത്തതായി നിയമസഭാ സീറ്റ് തരപ്പെടുത്താനാണ് ഷമയുടെ ശ്രമമെന്ന് ദീപ്തി മേരി വർഗീസ് തിരിച്ചറിഞ്ഞു. തനിക്ക് കിട്ടില്ലെന്ന് ഉറപ്പാണ്. എന്നാൽ പിന്നെ ഷമയ്ക്കും വേണ്ടെന്നായി. ദീപ്തിയും ഷമയും ഒക്കെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നിരുന്നെങ്കിൽ CPM-ന് 2-3 സീറ്റ് കൂടുതൽ ഉറപ്പിക്കാം. പിന്നെ മറ്റൊരു സൈഡിൽ ഈ പാർട്ടിയിൽ ഇനി വേണ്ട എന്നതാണ് ദീപ്തി അടക്കം ഒരു വിഭാഗത്തിന്റെ നിലപാട്. അതിന് ഇല്ലം ചുട്ടാലും സാരമില്ല,
എലിയെ കൊല്ലാമല്ലോ എന്നാണ് ദീപ്തി മേരി വർഗീസിന്റെയും ഒപ്പം നിൽക്കുന്ന ഗ്രൂപ്പ് നേതാക്കളുടെയും ആ ചിന്തയെങ്കിൽ വളരെ ബെസ്റ്റ് എന്ന് മാത്രമേ പറയാനുള്ളൂ.